പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരാൾ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, റസൂലെ, എന്നെ ഉപദേശിക്കാമോ, എനിക്കൊരു വസിയത്ത് നൽകാമോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനോട് പറഞ്ഞു, ലാ തഅലബ്, നീ കോപം കാണിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. നീ കോപിക്കരുത്. ഈ സമയത്ത് ഇയാൾ സ്വാഭാവികമായിട്ടും കോപിക്കരുത് എന്നുള്ള ഉപദേശമല്ല ഇയാൾ പ്രതീക്ഷിച്ച് വന്നത്. അയാൾ വീണ്ടും ചോദിച്ചു, റസൂലെ, എനിക്ക് ഒരു ഉപദേശം നൽകാമോ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, ലാ തഅലബ്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ അയാൾ ചോദിച്ചപ്പോഴെല്ലാം മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞത് ലാ തഅലബ്, നീ കോപം കാണിക്കരുത് എന്നാണ്. മനുഷ്യൻ്റെ സ്വഭാവം അത് നന്നാക്കിയേ മതിയാകും. മനുഷ്യൻ്റെ സ്വഭാവം നന്നാക്കുമ്പോൾ അവൻ്റെ മനസ്സ് നന്നാവും, അവൻ്റെ മനസ്സ് സംശുദ്ധമായി തീരും. എല്ലാവിധ ഷെറിൻ്റെയും ചാവിയാണല്ലോ കോപമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യൻ കോപം അടക്കി വെച്ചാൽ തന്നെ അവനക്ക് ലഭിക്കാത്ത ഒരു പ്രതിഫലവുമില്ല. നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. ക്ഷമ എന്ന് പറയുന്ന വലിയൊരു മഹത്തായ ഒരു കടമ്പയുണ്ട്. ആ കടമ്പയിൽ വിജയിക്കാൻ മുത്തഖീങ്ങൾക്കേ പറ്റൂ. ആ ക്ഷമക്ക് വളരെ അനിവാര്യമായത് കോപിക്കാതിരിക്കുക എന്നുള്ളതാണ്. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു സ്വഭാവമായിട്ട് കണക്കാക്കുന്നതും ഇപ്രകാരം ക്ഷമിക്കുക എന്നുള്ളത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മീസാൻ എന്ന് പറയുന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം കിട്ടുന്ന അമൽ ഏതാണെന്നറിയുമോ സ്വഹാബ? അത് അൽ ഖുലുഖുൽ ഹസൻ എന്ന സൽസ്വഭാവമാണ്, ഹുസ്നുൽ ഖുൽഖാണ്. മീസാനിൽ ഭാരം തൂങ്ങുക, ആ ഭാരം തൂങ്ങുമ്പോഴാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. മീസാനിൽ അവൻ്റെ നന്മകൾ തിന്മയേക്കാൾ ഭാരം തൂങ്ങിയ നിലയിലാവണം. അതിൽ ഏറ്റവും കൂടുതൽ കനം കിട്ടുന്നതും ഭാരം കൂടി കിട്ടുന്നതും അവൻ്റെ ഹുസ്നുൽ ഖുൽഖാൻ എന്ന മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൽസ്വഭാവം എന്നൊക്കെ പറയും. ഈ സൽസ്വഭാവത്തിൽപ്പെട്ടതാണ് ദേഷ്യം പിടിക്കാതിരിക്കുക എന്നുള്ളത്. നമുക്കറിയാം, മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും നല്ല മഹത്തായിട്ടുള്ള ദർജയെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണുന്നുണ്ട്, അവൻ്റെ ഹുസ്നുൽ ഖുൽഖ് കൊണ്ട് അവൻക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് സ്ഥിരമായി നോമ്പ് നോൽക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന മഹത്വമുണ്ട്. നോമ്പ് നോൽക്കുന്ന ആൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നോമ്പ് നോൽക്കുക. മാത്രമല്ല, നോമ്പ് നോൽക്കുന്ന ആൾക്കൊരു ക്ഷീണമുണ്ടാകും. ആ ക്ഷീണം കാരണത്താൽ വലിയ പാപങ്ങളൊന്നും ചെയ്യാനും നിൽക്കൂല. അത്തരത്തിൽ എല്ലാ ദിവസവും ദിനം തോറും നോമ്പ് നോൽക്കുന്ന ഒരാൾക്ക് എത്രയാണോ പവർ ഉള്ളത്, എത്രയാണോ മഹത്വമുള്ളത്, ആ മഹത്വം ഹുസ്നുൽ ഖുൽഖുള്ള ആൾക്ക് കൊടുക്കുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹുസ്നുൽ ഖുൽഖിൻ്റെ മഹത്വം വളരെ ഗൗരവത്തോടുകൂടി ഞാൻ മനസ്സിലാക്കണം. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും മനോഹരമായ സ്വഭാവങ്ങളുടെ ഒരു മനോഹാരിതയെ സംബന്ധിച്ച് പറയുന്നതും അത്ര തന്നെയാണ്. അലൈക ബിഹുസ്നുൽ ഖുൽഖ് വതൂലി സുംത്, സൽസ്വഭാവം കാണിച്ചോളൂ, പരമാവധി അനാവശ്യമായ സംസാരം ഒഴിവാക്കിക്കൊണ്ട് മൗനത്തെ ദീർഘിപ്പിച്ചോളൂ എന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൊണ്ടുണ്ടാകുന്നതാണ് ഈ ദേഷ്യമൊക്കെ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മുടെ നാവ് മൂലമുണ്ടാകുന്ന തെറ്റുകൾ ഒരിക്കലും സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ജാഗ്രതയിൽ കൊണ്ടു നടക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്നിലേക്ക് ഏറ്റവും അടുത്തതും, അതും ഖിയാമത്ത് നാളിൽ എന്നിലേക്ക് ഏറ്റവും അടുത്തതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ആരാന്നറിയുമോ? സൽസ്വഭാവം കാണിക്കുന്ന ആളുകളാണെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിൻ്റെ അടുക്കലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കപ്പെടുന്നതും ഇപ്രകാരത്തിൽ സൽസ്വഭാവം കാണിക്കുന്നവരെയാണെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റില്ല, യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. മറ്റുള്ളവരോട് അസൂയ വെക്കാതിരിക്കുക. തനിക്കെന്താണ് ഇഷ്ടപ്പെടുന്നത്, തനിക്ക് എന്തൊക്കെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അത് മറ്റു സുഹൃത്തിന് വരലിനോട് ഒരിക്കലും അസൂയ തോന്നാൻ പാടില്ല. ആ രൂപത്തിൽ അവനിക്കും ഇഷ്ടപ്പെടുക, അവനിക്ക് വേണ്ടിയിട്ട് തനിക്കിഷ്ടപ്പെടുന്നത് വിട്ടുകൊടുക്കാനുള്ള വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുക. ഇത് നല്ല സ്വഭാവമാണ്, ഹുസ്നുൽ ഖുൽഖാണ്. ഇത് മുഅ്മിനീങ്ങൾക്കേ ഉണ്ടാകൂ. അതുകൊണ്ട് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, സ്വന്തം നഫ്സിന് ഇഷ്ടപ്പെടുന്ന ഒന്ന് തൻ്റെ സഹോദരനും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സുണ്ടാകുന്നത് വരെ ഒരുത്തനും യഥാർത്ഥ സത്യവിശ്വാസി ആവില്ല എന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസൂയയും കുശുമ്പും എല്ലാം ഒഴിവാക്കിയിട്ട് നല്ല സൽസ്വഭാവത്തിൻ്റെ ആളുകളായി തീരാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ. ഒരാൾ മുഅ്മിൻ ആണെങ്കിൽ, യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കൊണ്ടും ഖിയാമത്ത് നാളിനെ കൊണ്ടൊക്കെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ, അവൻ ഖൈറിനെ സംസാരിച്ചു കൊള്ളട്ടെ, ഔലിയസ്മുത്ത് അല്ലെങ്കിൽ മൗനം പാലിച്ചു കൊള്ളട്ടെ എന്ന് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വാക്കിൻ്റെ ഒരു പവർ. ദേഷ്യം പിടിച്ചുകൊണ്ട് അത് ഇതും പറയാൻ പാടില്ല, നല്ലത് പറയുക. മറ്റൊരു ഹദീസിൽ ഇതേപോലെ തന്നെ കാണാൻ പറ്റും, ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും മകുടോദാഹരണമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സവിശേഷമായിട്ട് പറയുന്നത്, അവനക്ക് ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ അവനെ വേദനിപ്പിക്കുന്ന കാര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. മനസ്സിനെ ഒരു അലട്ടൽ തോന്നുന്ന രൂപത്തിൽ, മനസ്സിന് എപ്പോഴും വിമ്മിഷ്ടം തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഹൃദയത്തെ എപ്പോഴും സാന്ത്വന തീരത്തേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. അത്തരം കാര്യങ്ങളിലേക്ക് പ്രോത്സാഹനം മനസ്സിന് കൊടുക്കുക. അത്തരക്കാരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സൊക്കെ ഒന്ന് തണുപ്പിക്കണം, ദേഷ്യങ്ങളൊക്കെ കുറക്കണം. അള്ളാഹുവിലേക്ക് അത്തരത്തിലുള്ള ഖൽബിന് സ്ഥാനമുണ്ടോ? ദേഷ്യം വല്ലാണ്ടുള്ള ആളുകളുണ്ടല്ലോ, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും ഒരിക്കലും അള്ളാഹുവിൻ്റെ ദയയെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം പടപ്പുകളോട് കരുണ കാണിച്ച ആളുണ്ടല്ലോ, അവരോട് മാത്രമേ ആകാശത്തുള്ള അള്ളാഹു കരുണ കാണിക്കൂ എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പടപ്പുകളായിട്ടുള്ള നമ്മുടെ കൂടെയുള്ള, അത് ബുദ്ധിയുള്ള ജീവികളാകട്ടെ ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ പോലുള്ള ജീവികളാകട്ടെ, എല്ലാവരോടും കരുണ കാണിക്കുമ്പോഴേ അള്ളാഹു നമ്മോട് കരുണ കാണിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സൊക്കെ നന്നാക്കി ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അള്ളാഹു നമ്മളെ യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സജ്ജനങ്ങളുടെ മരണം കൈവരിക്കാൻ ആ ഒരു മഹാഭാഗ്യം അള്ളാഹു നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി മരിക്കാൻ, കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ, ജല്ലത്തില്ലാത്ത രൂപത്തിൽ മരിക്കാൻ, ഷെയ്ത്താൻ്റെ എല്ലാവിധ വസ്വാസുകളെ തൊട്ടും ഷെയ്ത്താൻ്റെ എല്ലാവിധ കുതന്ത്രങ്ങളെ തൊട്ടും സംരക്ഷിക്കപ്പെട്ട നിലയിൽ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.